രാജു പി നായർ ഇവിടെ ഇന്നത്തെ പെരുന്നയിലെ വലിയ ആഘോഷപൂർവ്വം രമേശ് ചെന്നിത്തലയെ സ്വീകരിച്ചു. വലിയ പുകഴ്ത്തലുണ്ടായി, വലിയ സ്വീകരണം അവിടെ ഉണ്ടായി. ഇന്നത്തെ പെരുന്ന കാഴ്ചകൾ ഗുണകരമാകാൻ പോകുന്നത് കോൺഗ്രസിനാണോ അതോ വ്യക്തിപരമായ രമേശ് ചെന്നിത്തലയ്ക്കാണോ ശ്രീ രാജു പി നായർ? തീർച്ചയായിട്ടും കോൺഗ്രസിനാണല്ലോ, എന്താ സംശയം? കേരളത്തിലെ എല്ലാ സമുദായങ്ങളുമായിട്ടും അല്ലെങ്കിൽ എല്ലാ സമൂഹ വിഭാഗങ്ങളുമായിട്ടും വളരെ അടുത്ത സ്നേഹബന്ധം സൂക്ഷിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. കോൺഗ്രസിനകത്ത് അത് ഏത് എക്സ്റ്റെൻറ്റ് വരെ പോകണം എന്നുള്ളതിനെ സംബന്ധിച്ച് ആന്തരികമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് ചില പ്രസ്താവനകളൊക്കെ സൂചിപ്പിക്കപ്പെട്ടേക്കാം. പക്ഷേ എല്ലാ സമൂഹവുമായിട്ടും ഒരുമിച്ചിരുന്ന് സംസാരിക്കണമെന്നും അവരോട് അവരുടെ കൂടെ ആശയങ്ങൾ ഉൾക്കൊള്ളണമെന്നും അവർക്ക് വേണ്ട സാമൂഹിക നീതിയും സാമ്പത്തിക നീതി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഏറ്റെടുക്കേണ്ട ബാധ്യത കോൺഗ്രസിനുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് ഓരോരുത്തരും. കോൺഗ്രസിന് തലയെടുപ്പുള്ള നേതാക്കന്മാരുണ്ട്. വി ഡി സതീശനെ പോലെ, കെ സി വേണുഗോപാലിനെ പോലെ, രമേശ് ചെന്നിത്തലയെ പോലെ, മുരളീധരനെ പോലെ ഒക്കെ ഉള്ള തലയെടുപ്പുള്ള നേതാക്കന്മാർ കോൺഗ്രസിനുണ്ട്. അവരൊരിക്കലും ഒരു സമുദായത്തോ ഒരു മതത്തോടോ വലിയ രീതിയിൽ നികൃഷ്ടമായിട്ട് കണക്കാക്കുകയോ അതല്ലെങ്കിൽ അവരെയൊക്കെ അധിക്ഷേപിക്കുകയോ ചെയ്യുന്ന സമീപനം ഒരിക്കലും സ്വീകരിച്ചിട്ടുള്ളവരല്ല. അപ്പോൾ അവരെ സ്വാഭാവികമായിട്ടും ഓരോ പരിപാടികൾക്ക് വേണ്ടിയിട്ട് അവരെ വിളിക്കും. എല്ലാ പ്രാവശ്യവും ഒരാളെ തന്നെ വിളിച്ച് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ ഓരോ സമയത്ത് കോൺഗ്രസിൻ്റെ അത്തരത്തിലുള്ള ഓരോ നേതാക്കന്മാരെ വിളിക്കും. അതുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ ആശയം അവർക്കുള്ളത് കൊണ്ടും ആ ആശയം ഈ സമുദായങ്ങൾക്ക് എന്താ പറയുക അംഗീകരിക്കാൻ കഴിയുന്നതും തിരിച്ചിങ്ങോട്ടേക്ക് അവർ സ്വീകരിക്കുമെന്നും കോൺഗ്രസിനെ വിശ്വാസമുള്ളവരാണ്. നീ ഒന്ന് ആലോചിച്ച് നോക്കൂ ഹാഷ്മി, നമുക്കിപ്പോൾ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ എം മണിയെ വിട്ടുകൊണ്ട് ഏതെങ്കിലും സമുദായത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഇത്തരത്തിലുള്ള പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ സാധിക്കുമോ? ഇപ്പം വിജയരാഘവനെ വിളിക്കാൻ സാധിക്കുമോ? അതല്ലെങ്കിൽ കെ ബാലനെ വിളിക്കാൻ സാധിക്കുമോ? ഇതൊക്കെ ഇവർക്കൊക്കെ പറയാൻ പറ്റുന്നത് എന്താണെന്നും ഇവരെങ്ങനെയാണ് സമൂഹത്തിൽ അറിയപ്പെടുന്നതെന്നും ജനങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. അതല്ലാതെ സൗമ്യമായിട്ട് മറ്റുള്ള വിഭാഗങ്ങളെ കേൾക്കാനും അവരുടെ എന്താ പറയുക അഭിപ്രായങ്ങൾ സ്വീകരിക്കാനും ഒക്കെ കഴിയുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് ആഴത്തിൽ സംസാരിക്കാൻ കഴിയുന്ന ഈ പറയുന്ന ഗുരുദർശനങ്ങളോടാവട്ടെ അല്ലെങ്കിൽ മന്നത്ത് പത്മനാഭനാവട്ടെ അതല്ലെങ്കിൽ മറ്റ് ഇസ്ലാം സംഘടന ആവട്ടെ ക്രിസ്തീയ സംഘടന ആവട്ടെ അവരുടെ എല്ലാം ആശയങ്ങളോട് ബഹുമാനപൂർവ്വം സംവദിക്കാൻ കഴിയുന്ന നേതൃത്വം കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ ആരെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വിളിച്ചിട്ടുണ്ടെങ്കിലും അവർ കോൺഗ്രസിൻ്റെ ആശയങ്ങൾക്കകത്ത് നിന്ന് അവരോട് സംവദിക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസിന് തന്നെയാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ ഗുണം ഉണ്ടാവുന്നത്. ശരി, ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയ്ക്ക് NSS പോലൊരു സമുദായ സംഘടന വിളിക്കുന്നു, അവിടെ പോകുന്നു, ഉദ്ഘാടനം ചെയ്യുന്നു, മടങ്ങിപ്പോരുന്നു. ഇതല്ലല്ലോ. ഇതാ വേദിയിൽ നിന്ന് വൈകാരികമാവുകയാണ്. അവിടുത്തെ ആ മണ്ണിനെ കുറിച്ചുള്ള പൊക്കിൾക്കൊടി ബന്ധം പറയുകയാണ്. ആ ബന്ധം പറയുമ്പോൾ കണ്ണ് നിറയുകയാണ്. ഞാൻ പറയുന്നു, ഒരു രാഷ്ട്രീയ നേതാവ് അങ്ങനെ ഒരു സമുദായ സംഘടനാ വേദിയിൽ പോയി വൈകാരികമാവേണ്ട കാര്യമുണ്ടോ രാജു പി നായർ? അല്ല ഹാഷ്മി, അത് അവർക്ക് അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളോ ഞാൻ ചോദിക്കുന്നത്, ഒരു സംഘടന വിളിച്ച് അദ്ദേഹത്തെ സംസാരിക്കാൻ വിളിച്ചാൽ സ്വാഭാവികമായിട്ടും ആ സംസാരത്തിനിടയിൽ അത് വിളിക്കുന്ന ആൾക്കാരും വിളിക്കപ്പെടുന്ന ആൾക്കാരും തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ അപ്രീഷിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അവർ ആ ഇൻവിറ്റേഷനെ ഓണർ ചെയ്യും, അക്നോളജ് ചെയ്യും. ഇതൊക്കെ സ്വാഭാവികമായിട്ട് സഞ്ചരിക്കുന്നതല്ലേ. അവിടെ എന്താ കോൺഗ്രസിൻ്റെ പ്രത്യയശാസ്ത്രം? കോൺഗ്രസിൻ്റെ ഈ സമൂഹത്തോടുള്ള കാഴ്ചപ്പാട് ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണല്ലോ സംസാരിക്കുന്നത്. അതിനിടയ്ക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ വൈകാരികമായിട്ട് അത്തരത്തിലുള്ള സംഘടനകളോടുള്ള അടുപ്പത്തെ സംബന്ധിച്ചോ എങ്ങാനും പറഞ്ഞാൽ അതെങ്ങനെയാ കോൺഗ്രസിന് വിരുദ്ധമാവുക അല്ലെങ്കിൽ കോൺഗ്രസിൽ സമുദായത്തിന് ഒരു അപ്രമാദിത്വം കിട്ടുന്ന രീതിയിൽ? അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ഞങ്ങളെയൊക്കെ പരിപാടികൾക്ക് ചെറിയ രീതിക്ക് സ്പോർട്സ് ക്ലബ്ബിലൊക്കെ വിളിക്കാറുണ്ട്. അങ്ങനെ സ്പോർട്സ് ക്ലബ്ബിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഞങ്ങളെ വിളിക്കുന്നവർ ഞങ്ങൾ പറയും, അവർ ഞങ്ങളെ വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്നും ഞങ്ങളുടെ നിലപാടുകൾ എന്താണെന്ന് അറിയുന്നതുകൊണ്ടാണെന്നും ഏതെങ്കിലും സാംസ്കാരിക സംഘടനയോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വിളിക്കുമ്പോൾ പറയും. സ്വാഭാവികമല്ലേ? അതിനെയൊക്കെ എടുത്തുകൊണ്ട് ഏതാണ്ട് വലിയൊരു പ്രശ്നം കോൺഗ്രസിനകത്ത് ഞാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, കോൺഗ്രസിൻ്റെ ഏതൊരു നേതാവിനെയും ഇത്തരത്തിൽ പൊതുജനങ്ങളുമായിട്ട് സംവദിക്കാൻ കഴിയുന്ന വേദിയിൽ കോൺഗ്രസിൻ്റെ ആശയങ്ങളെ പ്രതിനിധാനം ചെയ്ത് വിളിപ്പിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും കോൺഗ്രസിനാണ് കൂടെ വരാവുന്നത്. നേതാവ് മാത്രമല്ലല്ലോ ഈ പാർട്ടിയെ വിജയിപ്പിക്കേണ്ടത്. എല്ലാവരും കൂട്ടായിട്ടുള്ള നേതൃത്വം, ആ കൂട്ടായിട്ടുള്ള ഒരു സമൂഹവുമായിട്ട് ഇടപെടുന്നതിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് വിജയിക്കേണ്ടത്. കോൺഗ്രസ് വിജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനം രമേശ് ചെന്നിത്തലയാണ് എന്നൊരു സന്ദേശം പെരുന്നയിൽ നിന്നും കോൺഗ്രസ് വായിച്ചെടുക്കുന്നില്ല. മാധ്യമങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. അല്ല രാജു പി നായർ, ഇവിടെ അടുത്ത തവണ കോൺഗ്രസ് ജയിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി രമേശ് ചെന്നിത്തലയാണ് എന്നൊരു റീഡിംഗ് പെരുന്നയിൽ നിന്ന് കോൺഗ്രസിനില്ല. അല്ലെന്നേ, അത് ഒരു സമുദായ സംഘടന അല്ലല്ലോ തീരുമാനിക്കുന്നത്.
അത് തീരുമാനിക്കുന്ന പാർട്ടിയുടെ ഹൈക്കമാൻഡ് അല്ലേ, തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന MLA-മാരല്ലേ, അവരാണല്ലോ തീരുമാനിക്കുന്നത്. ഇതൊക്കെ ചില സമുദായ സംഘടനകളൊക്കെ പലർക്കും അഭിപ്രായം പറയാൻ പറ്റും, അവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ മുൻപ് ചിലപ്പോൾ പറയേണ്ടടുത്ത് മറുപടി വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പാർട്ടിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, പാർട്ടിയുടെ നേതാവ് ആരായിരിക്കണം തീരുമാനിക്കുന്നത്. അത്തരത്തിൽ രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുമ്പോൾ അപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ പാർട്ടിയുടെ തീരുമാനങ്ങളാണ്. അല്ലാണ്ട് അതിനൊന്നും ഏതെങ്കിലും സമുദായ സംഘടനയൊന്നും അതിനകത്തൊരു നേതാവിനെ പ്രഖ്യാപിച്ചാൽ ആ വഴിക്കൊന്നും പോകുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നൊന്നും ഞങ്ങൾ അവരോട് മാന്യമായിട്ട് പെരുമാറുന്നതുകൊണ്ടും സംവദിക്കുന്നത് കൊണ്ടും തീരുമാനിക്കേണ്ടത്. ഞങ്ങൾക്ക് എന്തായാലും ഈ അച്ഛന്മാരെ നികൃഷ്ടജീവി എന്ന് വിളിക്കുന്ന രീതിയിലുള്ള സമീപനം ഞങ്ങൾക്കില്ല. ഞങ്ങൾ പെരുമാറുകയുള്ളൂ. എല്ലാ